ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നതിലൂടെയാണ് കേട്ടോ. പാല് വരാനായിട്ട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലത്തേക്ക് തേയില വെള്ളമാണ് ഇടുന്നത്. അതിനായിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് അത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഏത്തയ്ക്ക പപ്പടവും അതിൻ്റെ തലയും പാലും കഴിക്കും എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഏത്തയ്ക്ക പുഴുങ്ങുന്നത്. എന്നിട്ട് കുക്കറിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് പഴുത്ത വെള്ളം ഒഴിച്ച് ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ഇട്ടിട്ടാണ് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുന്നത് കേട്ടോ. വെന്ത് കുഴയുന്നതിനോടും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ഒരു ഒരുവിധം സെറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ വെള്ളം ഏകദേശം ഒന്ന് തിളച്ച്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വിസിൽ ഞാൻ കുറച്ച് മാത്രമേ തേയില ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒരുപാട് കടുപ്പൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഒരു ആദ്യമൊക്കെ ആദസിൻ്റെ അടുത്തുനിന്ന് നമ്മൾ എനിക്ക് മാറുമ്പോഴത്തേക്കിന് അങ്ങനെ അവൻ്റെ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഏകദേശം സംഭവമായിരുന്നു. തനൂട്ടി എണീക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവളെ എടുത്തുകൊണ്ട് വന്ന് അടുക്കളയിൽ വിരിച്ച് ഞാനിങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ എൻ്റെ തേയിലവെള്ളം ഏകദേശം ഒന്ന് തിളച്ച് കേട്ടോ. ഇനി കുറച്ച് പഞ്ചസാര മാത്രമേ എടുത്തുള്ളൂ, ഓവർ മധുരം എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ഏത്തയ്ക്ക അരിഞ്ഞ് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് തനൂട്ടി ഇതുപോലെ കരയുവാണെങ്കിലുണ്ടല്ലോ, ആദസ് അടുത്തുണ്ടെങ്കിൽ അതിൻ്റെ കളിപ്പാട്ടമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ കിഴക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അത് കാണുമ്പോഴത്തേക്കിന് എനിക്കൊരു മനസ്സിന് സന്തോഷമാണ്, തനൂട്ടിക്ക് അതൊരു സന്തോഷമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം സെറ്റായിട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ കപ്പളങ്ങ ചെത്താനായിട്ട് നേരെ മറിച്ച് ചില സമയത്ത് പല സ്ഥലത്ത് പല പേരുകളാണ്. അപ്പം ഇന്ന് കപ്പളങ്ങ ഉണക്കാമീൻ വറക്കാനായിട്ടുള്ള അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ. അപ്പം അതിനായിട്ട് ഇതാ കപ്പളങ്ങയൊക്കെ അരിഞ്ഞ് ഇത് ഫുള്ള് എടുക്കുന്നില്ല, എന്നിട്ട് ചോപ്പറിനകത്തിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അതാ ചോപ്പറിനകത്തിട്ട് ഉപ്പും കൂടെ ഇട്ടാണ് ഞാൻ വിടുന്നത് കേട്ടോ. ചിലർ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചതിന് ശേഷവും ഈ പപ്പായക്കകത്തിട്ട് മിക്സ് ചെയ്യും കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ്. ശേഷം അതിലേക്ക് ഈ പപ്പായ മിക്സ് ചെയ്തതെല്ലാം കൂടെ ചേർത്ത് ഇടുകയാണ് കേട്ടോ. ഞാൻ പച്ചമുളക് ഇവിടെ കൊടുക്കുന്നില്ല, കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കഴിക്കാൻ വേണ്ടി കഴിപ്പിക്കാനായിട്ട് അധികം കൊടുക്കാറില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഒന്നോ രണ്ടോ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എരിവാണെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കത്തേ ഇല്ല. അപ്പം നമ്മൾ അമ്മമാർ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഷോപ്പർ എന്ന് പറഞ്ഞാൽ നോണ്ട മാക്സിമം എരിവ് കൊടുക്കാതെ. അതുപോലെ തന്നെ ഇത് ഞാൻ സ്ട്രിങ് ടൈപ്പ് അല്ല, പ്രസ് ചെയ്യുന്ന ടൈപ്പാണ് എൻ്റെ ചോപ്പർ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഈസി ആയിട്ട് പാല് വന്നത്. അപ്പോൾ പാലെടുത്ത് ആദസിന് വേണ്ടത് അങ്ങനെ കാച്ചാനായിട്ട് വെച്ച് സെറ്റാക്കി അപ്പോൾ ഒരു അടുപ്പത്ത് വെച്ചിരിക്കും. എൻ്റെ പപ്പായ തോരനും മറ്റേതിനകത്ത് ആദസിനുള്ള പാലും കൂടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഏകദേശം ഒന്ന് പപ്പായ ആയി വരുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പപ്പായ വേകാനായിട്ട് അധികം താമസം ഇല്ലെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഞാൻ വെക്കുന്നത് അരി കഴുകാനായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. റൈസ് കുക്കർ ഉള്ളത് കൊണ്ട് 6-7 തവണയാണ് അരി തിളപ്പിക്കുന്നത്. എന്നിട്ടൊരു 5-6 തവണ ചൂടുവെള്ളത്തിലാണ് ചൂടുവെള്ളത്തിൽ കഴുകുന്നത്. എന്നിട്ട് അത് തിളച്ചതിന് ശേഷം ഇതിൻ്റെ റൈസ് കുക്കറിനകത്ത് എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്നത് തലേന്ന് ഇതുപോലെ അരി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം റൈസ് കുക്കറിനകത്തോട്ട് വെക്കുക, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ചോറാകും എന്നാണ് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. രാവിലെ എപ്പോഴാണോ എണീക്കുന്നത് ആ സമയത്ത് നമ്മൾ ഇതുപോലെ അരി ഇട്ടൊന്ന് തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത് വെക്കുക. ഉച്ചയാകുമ്പോഴത്തേക്കിന് നമുക്ക് ചോറ് റെഡിയാകും കേട്ടോ. അതാകുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവത്തില്ല. മറ്റേന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്മെല്ല്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പാടാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ രസത്തിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാണ് കേട്ടോ.